ഇതിപ്പോൾ ഞങ്ങളെല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ അടിമാലി ബ്ലോക്കിൻ്റെ കീഴിലുള്ള ആളുകളാണ്. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. ഞങ്ങൾ ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളെ വെഹിക്കിൾമാർ വന്ന് പിടിക്കും. പിടിച്ചിട്ട് ഇലക്ഷന് 2 ദിവസം മുമ്പ് ദേവികുളത്ത് അല്ലെങ്കിൽ അടിമാലിയിൽ എവിടെയാണെന്നോ ചെല്ലാൻ പറഞ്ഞ് ഒരു സെൻറ്റർ നിശ്ചയിച്ച് ഞങ്ങളോട് ചെല്ലാൻ പറയും. ഞങ്ങൾ അവിടെ ചെല്ലും. അവിടെ ചെന്നാൽ അന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടത്തില്ല. അതിലെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇവർ ഒരു പേപ്പർ എഴുതി തരും, നിങ്ങളുടെ ബൂത്ത് ഇതാണ്, നിങ്ങളെ നാളെ വന്നിട്ട് ഈ ബൂത്തിലേക്കുള്ള ഉദ്യോഗസ്ഥരെ എടുത്തിട്ട് ആ ബൂത്തിൽ പോകണമെന്ന്. ഈ എടമലക്കുടി മുതലുള്ള ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മുടെ ആളുകളെല്ലാം പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ വണ്ടിക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് വരും. ഇതെല്ലാം ഡീസൽ അടിക്കാനാണെങ്കിൽ ഇവർ 10 ലിറ്റർ 15 ലിറ്റർ ഡീസലിൻ്റെ 1000 രൂപ 1500 രൂപ അങ്ങനെയൊക്കെയാണ് തരുന്നത്. അല്ലെങ്കിൽ ഒരു തുണ്ട് എഴുതിയിട്ട് പമ്പിലേക്ക് കൊടുക്കാൻ പറയും. ആ പമ്പിൽ ചെല്ലുമ്പം അവർ 10 ലിറ്റർ അടിച്ചു പറയും, അത്രേ ഉള്ളൂ എന്ന് പറയും. ഈ 10 ലിറ്റർ ഡീസലിൻ്റെ ബാക്കി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡീസൽ അടിച്ച് ഞങ്ങൾ ഈ സ്ഥലങ്ങളിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഞങ്ങൾക്ക് നക്കാപ്പിച്ചായിട്ട് 500 രൂപ 1000 രൂപ 800 രൂപ ഒക്കെയാണ് അനുവദിച്ചു തരുന്നത്. ഞങ്ങൾ 3 ദിവസം കണ്ട സ്കൂളിൻ്റെ വരാന്തയിൽ കിടന്നുറങ്ങി കൊതുകടിയും കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെയും ചുമന്ന് കെട്ടി പോയി ഈ കഷ്ടപ്പെട്ട് ഈ ടാക്സി ഓടിക്കുന്ന ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഇലക്ഷൻ നടത്തുന്നത്. ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അടിച്ചു മാറ്റുന്നതാണ് അതിന് പകുതി പാവം. അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നില്ല. ഓടുന്ന വണ്ടിക്ക് കൂലി കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിമാലിയിലാണ് ഞാനൊക്കെ ഓടിയത്. മൂന്നാറിൽ ഓടിയിട്ടുണ്ട് ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ. അപ്പോൾ ഈ വണ്ടിക്കൊന്നിനും 10 പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അന്ന് ചിലവിനായിട്ട് 700 രൂപ 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ചിലവിനായിട്ട് 700 രൂപയും 15 ലിറ്റർ ഡീസലിൻ്റെ പൈസ മാത്രമേ തന്നിട്ടുള്ളൂ. ഇതാണ് അന്ന് ഓടിയതിൻ്റെ പേപ്പർ. ഈ പേപ്പറാണ് ഞങ്ങളെ വെഹിക്കിൾ പിടിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും വന്നിട്ട് സജി SS എന്ന് പറഞ്ഞ വെഹിക്കിൾ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വീണ്ടും പിടിച്ചിരിക്കുകയാണ്. 7-ാം തീയതി വീണ്ടും ചെന്ന് ഈ വണ്ടിയായിട്ട് മൂന്നാർ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ഈ 7-ാം തീയതി 8-ാം തീയതി 9-ാം തീയതി രാത്രി 12 മണി വരെ ഞങ്ങൾക്ക് ഇവരെയും കൊണ്ട് നടക്കലാണ് പണി. ഇതിനൊന്നും വ്യക്തമായ പൈസ ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങൾക്ക് ഒന്നെങ്കിൽ വേതനം കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടി അവർ കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ആവശ്യമല്ല. ഞങ്ങൾക്കിപ്പോൾ ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് ഞങ്ങളെ നിർബന്ധിച്ച് ഇതൊന്നും ചെയ്യാൻ ആർക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയും ഇത് തുടരുകയാണെങ്കിൽ നിർബന്ധിച്ച് തുടർന്നാൽ ഞങ്ങൾ പോകുന്ന വഴിക്കോ തിരിഞ്ഞു വരുന്ന വഴിക്കോ അടുത്ത കൊക്കയിലേക്ക് പോകും വണ്ടി. ഈ ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജിലോ മോർച്ചറിയിലോ ഉണ്ടാവും, ഞങ്ങൾ വീട്ടിലും ഉണ്ടാവും. ഞങ്ങൾ നാളെ വണ്ടി ഓടിക്കൽ വേണ്ട എന്ന് വെച്ച് ഞങ്ങൾ ആ പരിപാടി നിർത്തും. അത്രയും സംഭവിക്കുന്നുള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് എടമലക്കുടിക്കാണ്. എടമലക്കുടിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതിനകത്ത് ദുഷ്കരമായിട്ടുള്ളൊരു വഴിയാണ് നമ്മളീ പോകുന്ന സ്ഥലം. അതിനകത്ത് വേറെ 4 വീൽ വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ, വേറെ വണ്ടികളൊന്നും പോകത്തില്ല. നമ്മൾ ഈ പോകുന്നതെന്ന് പറഞ്ഞാൽ തലേദിവസം നമ്മൾ പോകണം. ഇലക്ഷൻ്റെ തലേദിവസം നമ്മൾ അവിടെ പോയിരുന്നു, ഇവരെയും കൊണ്ട് സാർമാരെയും കൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് അവരെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരുടെ ജോലി കഴിഞ്ഞ് 2 ദിവസമാണ്. സാധാരണ എല്ലായിടത്തും ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരം പോരാം. നമുക്ക് ഈ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാൻ നടക്കുകയുള്ളൂ. അതിനുള്ള വേതനം പോലും നമുക്ക് കിട്ടുന്നില്ല. വന്ന് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ല എന്നൊരു രീതിയിലാണ് അവർ ഇത് പറയണത്. വണ്ടി ഇപ്പോൾ പോയ സാറന്മാർക്കും ഒന്നും അറിയത്തില്ല. വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയാണ് സർക്കാർ ഓഫീസിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുമില്ല, ഒന്നും ഒരു അറിവുമില്ല. അപ്പോൾ ഇതിനുള്ള എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളെങ്കിലും നമുക്കൊന്ന് ചെയ്തു തരണം. അതാണ് പറയാനുള്ളത്. ഏകദേശം എടമലക്കുടിക്ക് ഇവിടെ നിന്ന് ഏകദേശം 28 ജീപ്പോളം പോയേക്കുന്ന വണ്ടിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് തന്നെ വണ്ടികൾ ഒരു ബ്രേക്ക് ഡൗൺ ആയി, ആക്സിൽ ഒടിഞ്ഞു, വണ്ടികൾക്ക് ഒരുപാട് ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് ആയി. നാളിതുവരെ 3 മാസമായിട്ടും 1 രൂപ പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഗവൺമെൻറ് ഭാഗത്ത് നിന്ന്. വിളിക്കുമ്പോൾ ഒന്നും അവർ പ്രോപ്പറായിട്ടുള്ളൊരു റെസ്പോൺസ് ചെയ്യുന്നില്ല. അവർ നമുക്ക് നോർമലായിട്ട് നമുക്ക് ഡീസൽ മാത്രമേ ഇപ്പോൾ തന്നിട്ടുള്ളൂ, വാടക പൈസയും തന്നിട്ടില്ല. അറിയത്തില്ല, നമുക്ക് ഏകദേശം ഒരു 6000 രൂപ 7000 രൂപ റേഞ്ചിലൊക്കെ പൈസ കിട്ടണ്ടേ നമുക്ക്. പക്ഷേ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. അവർ വിളിക്കുമ്പോൾ പറയുന്നത് അവർക്ക് അറിയത്തില്ല, അവർ വരുന്ന ഫണ്ട് മാറാണ്ട് അങ്ങനെ രീതിയിലൊക്കെ അവർ പറയുന്നത്. കൈ ഒഴിയുകയാണ് ചെയ്യുന്നത്.